ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജോർജിയയിൽ പാർട്ട് ടൈം ജോബ് വെച്ച് ഫീസ് അടയ്ക്കാൻ പറ്റുമോ? ഇതാണ് അവരെ പലരുടെയും ചോദ്യം. അപ്പോൾ അതിന് വേണ്ടി പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കൊണ്ടോ പാർട്ട് ടൈം ജോലി കൊണ്ടോ നമുക്കിവിടെ ഫീസ് അടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ടോ ജോർജിയയിൽ ഇവിടെ വന്ന് പഠിക്കുന്നവരാണെങ്കിലും ആണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഇതാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അവർക്ക് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരാൾ കമൻറ്റിന് ചെയ്ത് ചോദിച്ചായിരുന്നു, അപ്പം അയാൾക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ, അല്ലെങ്കിൽ ഇവിടെ വേറെ അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുകൾ കാണും, അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ബാക്കിൽ നോക്കാം, ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര വേണമെങ്കിലും പറയുന്നതാണ്. ഞാൻ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് കമൻറ്റിൽ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്, ജോർജിയ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കാൻ പറ്റുമോ? അതിൻ്റെ ചോദ്യത്തിന് പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഏജൻസികളും പലതര വിവരങ്ങൾ കേൾക്കാറുണ്ട്, പക്ഷേ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് എന്തായാലും നോക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരൊക്കെ ആൾക്കാർ കാണുന്നുമുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥ റിയാലിറ്റി, ഇവിടുത്തെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കുന്നത് ജോർജിയയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് വേണം നോക്കാൻ. ഇപ്പം ഞാൻ പാർട്ട് ടൈമിനെ പറ്റി കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയി നോക്കാം. ഇത് നിങ്ങൾ ഇതിനെപ്പറ്റി ബന്ധപ്പെട്ടായതുകൊണ്ട് എനിക്കിത് പറയാതെ പോകാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇപ്പം ഞാൻ ഒന്നാമത് പറയണമെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ. ഇവിടെ ജോർജിയയിൽ ചില പാർട്ട് ടൈം ഒക്കെ ഇപ്പോൾ കിട്ടുള്ളൂ. വർക്ക് പെർമിറ്റിൻ്റെ പ്രശ്നം കാരണം ഇവിടെ ഇപ്പം കിട്ടാൻ നല്ല പാടാണ്. ഉദാഹരണത്തിന് കഫേ ജോബ്സ്, റെസ്റ്റോറൻറ്റ് ജോബ്സ്, ഡെലിവറി ജോബ്സ്, സോഷ്യൽ മീഡിയ വർക്ക്, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റോർ അസിസ്റ്റൻറ്റ്, അവിടെ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോവാം. പക്ഷേ ജോലി കിട്ടുമെന്ന് 100% ഗ്യാരണ്ടി ആർക്കും നൽകാൻ കഴിയില്ല. അതും നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വലിയ രാജ്യത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം ഇവിടെ വർക്ക് പെർമിറ്റ് ഇപ്പോൾ നല്ല അത്യാവശ്യമാണ്. ചില കടകളിൽ മാത്രമാണ് അത് കൊടുക്കുന്നത്. അതിനെപ്പറ്റി വേറൊരു കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും വെക്കുക. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ജോലികൾ. പിന്നെ നിങ്ങളെ ചോദ്യം, ഫീസ് മുഴുവൻ പാർട്ട് ടൈം ജോബ് കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ? ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളത്, സത്യത്തിൽ ജോർജിയയിലേക്ക് വരുമ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്ത് മുഴുവൻ ഫീസ് അടയ്ക്കും എന്ന പ്ലാനിൽ വരുന്നത് നല്ല റിസ്ക് ഉള്ള ജോലിയാണ്. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ പാർട്ട് ടൈം ചെയ്ത്, ഇത് വലിയൊരു രാജ്യമല്ല യൂറോപ്പ് പോലെ. ഇപ്പം എന്തു പറയാൻ, ഫ്രാൻസ്, കാനഡ, ജർമ്മനി ഇവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാം, നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പെൻസ് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രാജ്യമല്ല, വർക്കിനോട് വലിയ ഇതുള്ള രാജ്യമല്ല. പഠിക്കാൻ വന്നാൽ പഠിക്കുക, പോവുക, നിങ്ങളെ റിസ്കിലാണ് ബാക്കിയെല്ലാം. പിന്നെ ഇവിടെ ചില വർക്കുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇവിടെ വരാൻ. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് പെട്ടുപോകല്. പിന്നെ നിങ്ങളെ പൈസ എടുക്കാൻ വേണ്ടിയാണ് ആൾക്കാരെല്ലാവരും നിൽക്കുന്നത്, അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അത് നിങ്ങളെ ബുദ്ധിയിൽ അത് നിങ്ങൾ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് മാത്രമേ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഫ്ലൈറ്റിൽ കയറാവൂ ഇങ്ങോട്ടത്തേക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ അതും വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജോലി ചെയ്യാൻ വരല്, അങ്ങനെ ഫീസ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര അധ്വാനിച്ചാലും മിനിമം നിങ്ങൾക്ക് കുറേ ഒരു വർഷം ചെയ്താലേ നിങ്ങൾക്ക് ഒരു ഫീസ് അടയ്ക്കാനുള്ള എങ്കിലും എമൗണ്ട് ആവുള്ളൂ തന്നെ. അതുകൊണ്ട് അത്ര എമൗണ്ട് ഒന്നും ഇവിടെ അത്ര കൊടുക്കുന്നൊന്നും ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഇപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ജോലി കിട്ടാൻ നല്ല സമയം എടുക്കാം ഇവിടെ വന്നോടൻ തന്നെ. ഭാഷ നല്ലൊരു ബാരിയറാണ്. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പെട്ടെന്ന് ഫീസ് അടയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നടക്കൂല. പിന്നെ പഠനം മാനേജ് ചെയ്യണം, ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇവിടെ അത് പാടാണ്. സാലറി സ്ഥിരമാകണമെന്നില്ല, ഇവിടെ മാറ്റാം. അവർ വേണമെങ്കിൽ പറയാം അത് പറ്റൂല, പിന്നെ നിങ്ങൾ ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്ര, ഇതൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല പാടാണ്. അതുകൊണ്ട് ട്യൂഷൻ ഫീസ് നന്നായി ബാക്കപ്പ് ഫണ്ട് കയ്യിലുണ്ടായിരിക്കണം. ഇല്ല നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വേണ്ടി മാത്രം ഇവിടെ വരരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മന്ത് റിയാലിറ്റി ഞാൻ പറയാം. പല സ്റ്റുഡൻസിനും ആദ്യ ദിവസം തന്നെ ജോലി കിട്ടില്ല.
അത് എല്ലാവർക്കും ഇവിടെ ഉറപ്പായ ഒരു കാര്യമാണ്. ചിലർക്ക് 1 മാസം എടുക്കാം, 5 മാസം എടുക്കാം, 3 മാസം എടുക്കാം, അതിലധികം എടുക്കാം. അതുകൊണ്ട് ആദ്യ മാസങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാം കാണണം, അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കാനുള്ള ഇതായിരിക്കണം. അല്ലാതെ ഇവിടെ വന്ന ഉടനെ അങ്ങനെ ചെയ്യാൻ അത് ചെയ്തിട്ട് ഇതാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെയും തന്നെ നല്ല പാടാണ്. എൻ്റെ റിയാലിറ്റി വെച്ച് ഞാൻ എൻ്റെ മനസ്സ് വിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പാടാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ ഇങ്ങോട്ട്, അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ. പിന്നെ നല്ല സ്കില്ലുണ്ടെങ്കിൽ ഇവിടെ നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും. കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കിട്ടും. പക്ഷേ എത്ര ചെയ്താലും ലാംഗ്വേജ് ഒരു ബാരിയറാണ്. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതിനും പൈസ പേ ചെയ്യണം. എന്നിട്ട് അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ അങ്ങനെ ജോലി അധികം ആൾക്കാർ ഇന്ത്യൻസിനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ റിസ്ക് എടുക്കല് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പലവരും ചെയ്യുന്ന തെറ്റുകളുണ്ട്. കുറേ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയണത്, ജോലി കിട്ടും ഫീസ് അടയ്ക്കാം എന്ന് ഉറപ്പിൽ കുറേ പേര് വരും. അങ്ങനെ നിങ്ങൾ ചെയ്യല്. അതിനുവേണ്ടി ജോർജിയയിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫീസ് പ്ലാന്, അക്കോമഡേഷൻ്റെ ഇത്, എമർജൻസിയുടെ ഫണ്ട് ആദ്യമൊക്കെ വരണമെങ്കിൽ ഇതെല്ലാം വേണം. എന്നിട്ട് പിന്നെ വല്ലതൊക്കെ സെറ്റായാൽ മാത്രം ഞാൻ പറയും ഇവിടെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ റിസർച്ചും ചെയ്തിട്ട് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാവൂ. അങ്ങനെ നിങ്ങൾ ഫീസ് അടയ്ക്കാം എന്ന് വിചാരിച്ച് വരുന്നവരാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ പാടാണ്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. എന്നിട്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാൻ, ഞാൻ എൻ്റെ രീതിയിൽ വേണമെങ്കിൽ ഞാനൊരു അഡ്വൈസ് പറയാം. പാർട്ട് ടൈം ജോബ് കൊണ്ട് ഒരു സപ്പോർട്ട് ഇൻകമായി മാത്രം കാണാനാണ് ഞാൻ പറയുക. അല്ലാതെ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾ അത് ചെയ്യല്ല. ഇവിടെ വന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും, അല്ലാതെ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഫീസ് മുഴുവൻ ഇതിൽ കൂടെ അടച്ചു തീർക്കാമെന്ന് കരുതി ഇവിടെ ആരും വരരുത്. പഠനമാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന മെയിൻ പ്രയോറിറ്റി. അപ്പം അത് നിങ്ങൾ ചിന്തിച്ച് വരല്. ഫീസ് ഇവിടെ അടയ്ക്കാം, അതിവിടെ തെറ്റായ ഒരു ഇതാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങളാരും വരണമെങ്കിൽ നിങ്ങൾ ദയവേത് ചെയ്യരുത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. നിങ്ങൾ മെയിനായിട്ട് ഫീസ് കയ്യിൽ തയ്യാറാക്കണം. ഇവിടെ പാർട്ട് ടൈമിലൂടെ അത് കിട്ടൂല. അതാണ് ഇതിലൂടെ ഞാൻ പറയാൻ നോക്കിയത്. ബാക്കി നിങ്ങൾക്ക് ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഇതൊക്കെ പാടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് പാർട്ട് ടൈമിലൂടെ കുറേ വർഷങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോഴേക്ക് ഫീസ് ഒന്നും അടയ്ക്കാനുള്ള ഇത് കാണൂല. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഓരോ സെമസ്റ്റർ ഇവിടെ അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആവട്ടെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ എല്ലാത്തിനും മറുപടി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.